എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 91ഉം 92ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ കാളിയൻ്റെ ശിരസ്സിൽ കയറി ആ ശോഭയെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വർണ്ണിച്ചു. അടുത്തതായിട്ട് കാളിയൻ എന്താണ് ചെയ്തതെന്നാണ് പറയണത്. 91ാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം നോക്കാം. സന്താപശാന്ത്യൈ ഹൃദയേഷു ഭക്ര്യാ യസ്സേവ്യതേ ഭാഗ്യവതാ ജനേന അവേഷ്ട്യതാംഗം ഹരിചന്ദനസ്യ തസ്യാതിഗാഢം ഭുജഗേന തേന. ആദ്യം പദച്ഛേദം നോക്കാം. 2 തരത്തിൽ അർത്ഥം പറയേണ്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ്. സന്താപശാന്ത്യൈ ഹൃദയേഷു ഭക്ര്യാ യഃ സേവ്യതേ ഭാഗ്യവതാ ജനേന അവേഷ്ട്യത അംഗം ഹരിചന്ദനസ്യ തസ്യ അതിഗാഢം ഭുജഗേന തേന. അവസാനത്തെ ഭാഗം മുതൽ പറഞ്ഞു തുടങ്ങാം. അത് വളരെ വ്യക്തമാവുന്നൊരു ഭാഗമാണ്. തേന ഭുജഗേന തസ്യ ഹരിചന്ദനസ്യ അംഗം അതിഗാഢം അവേഷ്ട്യത. അവസാനത്തെ 2 വരികൾ, 4-മത്തെയും 3-മത്തെയും വരി അല്ലെങ്കിൽ 3-മത്തെയും 4-മത്തെയും വരിയിലെ അന്വയം ഇങ്ങനെയാണ് വരണത്. ഇതാണ് അർത്ഥം. തേന ഭുജഗേന, ആ ഭുജംഗത്തിനാൽ, ഭുജംഗം കാളിയൻ, കാളിയൻ എന്നു പേരുള്ള സർപ്പത്തിനാൽ, തസ്യ ഹരിചന്ദനസ്യ, ആ ഹരിചന്ദനത്തിൻ്റെ, ഹരിയാകുന്ന ചന്ദനം, ഹരിചന്ദനം ഇവിടെ വിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നത്, ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും തണുപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ശരീരത്തിനെ ഹരിചന്ദനം, ഹരിചന്ദനം ഇവ എന്നുള്ളത് കൊണ്ട് ഉപമിത സമാസമാണ്. ചന്ദനത്തിനെ പോലെയുള്ള ഹരിയുടെ ശരീരം. ആ പാമ്പ് എന്താണ് ചെയ്തത്? പാമ്പിനാൽ, കർമ്മണി പ്രയോഗമാണ്. പാമ്പിനാൽ ഭഗവാന്റെ ശരീരം, അംഗം എന്ന് പറഞ്ഞാൽ ശരീരം, അവേഷ്ട്യത ചുറ്റപ്പെട്ടു. വെറുതെ അങ്ങോട്ട് ചുറ്റി എന്നല്ല പറയണത്, അതിനൊരു വിശേഷണം കൂടി കൊടുക്കേണ്ട, ക്രിയാവിശേഷണം. അതിഗാഠം അവേഷ്ട്യത, മുറുക്കി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വരിഞ്ഞു. പാമ്പിൻ്റെ സ്വഭാവം അതാണ്. പാമ്പ് എപ്പോഴും ആരെ ആയാലും, മിക്കവാറും വിഷമുള്ളതായാലും വിഷമില്ലാത്തതായാലും വിഴുങ്ങുന്ന പാമ്പായാലും ഒക്കെ ചുറ്റി വരിയും. മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ ആയാലും. എന്നിട്ടാണ് കൊത്താൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൊത്തണ പാമ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ചുറ്റി വരിക എന്നുള്ളത് പാമ്പിൻ്റെ ഒരു കീഴടക്കണ രീതിയാണ്. വേറെ ഒന്നുകൊണ്ട് കീഴടക്കാൻ പറ്റില്ലല്ലോ പാമ്പുകൾക്ക്. കൈയില്ല, കാലില്ല, ഒന്നുമില്ല. തൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ, ഈ നീണ്ട ശരീരം. അതുകൊണ്ട് ശത്രുക്കളെ പൊതുവെ കെട്ടി വരികയാണ് പാമ്പുകൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ഇവനെ ഇപ്പം തട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ട് പാമ്പ് ചന്ദനം പോലെയുള്ള ഹരിയുടെ ശരീരത്തിനെ ചുറ്റി വരിഞ്ഞു കിഴപ്പെടുത്താൻ ശ്രമിച്ചു. ആ ശരീരത്തിനെ മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നത് എന്നാണ് ആദ്യത്തെ വരികളിൽ പറയണത്. ഭാഗ്യവതാ ജനേന, ഭാഗ്യമുള്ളവരായിട്ടുള്ള ജനങ്ങൾ, ഭാഗ്യം സിദ്ധിച്ച പുണ്യവാന്മാർ, പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യാറുള്ളത്? സന്താപശാന്തി, അവരുടെ സന്താപത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട്, സന്താപം നശിക്കുന്നതിന് വേണ്ടിയിട്ട്, യാതൊരാളെയാണോ ഭക്തിയോട് കൂടിയിട്ട്, ഹൃദയേഷു, അവരവരുടെ ഹൃദയങ്ങളിൽ, ഈ പറഞ്ഞ പുണ്യം ചെയ്തിട്ടുള്ള മനുഷ്യർ അവരുടെ ഹൃദയങ്ങളാൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ആരെ വെച്ചാണോ സേവിക്കാറുള്ളത്? യസ് സേവ്യതേ ഭാഗ്യവതാ ജനേന യസ് സേവ്യതേ, ഭാഗ്യം ചെയ്ത ജനങ്ങൾ ആരെ ഒരാളെയാണോ മനസ്സിൽ ആരാധിക്കുന്നത്, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ബോധം കൊണ്ടും ശരീരം കൊണ്ട് പറ്റുകയാണെങ്കിൽ ശരീരം കൊണ്ടും ആരാധിക്കാൻ വേണ്ടി വെമ്പി നടക്കുന്നത് ആരെയാണോ, ആ ആളെ കയ്യിൽ കിട്ടിയപ്പോൾ കാളിയൻ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ പുണ്യം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ആളെ കെട്ടി അങ്ങോട്ട് വരികയുണ്ടായത്. ആ ഒരു വിരോധം നോക്കണേ. വിരോധം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാമ്പ് ഉദ്ദേശിച്ചത് ഭഗവാനെ കെട്ടി വരിഞ്ഞു കൊല്ലണം എന്നാണ്. പക്ഷേ നൃണാമ ബുദ്ധ്യാപി മുകുന്ദകീർത്തനം, മുകുന്ദകീർത്തനോ മുകുന്ദസ്മരണോ മുകുന്ദസ്പർശനോ ഏതായാലും ആ ബുദ്ധിയോട് കൂടിയിട്ടൊന്നുമല്ല ചെയ്യണത്. ഏതർത്ഥത്തിൽ ചെയ്താലും അവസാനം അത് ഭാഗ്യത്തിലേക്കാണ് ചെന്നെത്തുക എന്നുള്ളതാണ് കാളിയൻ്റെ വിഷയത്തിൽ വരുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഭഗവാനെ ചുറ്റി വരിഞ്ഞത് കൊണ്ട് കൊന്നില്ല, പാപങ്ങളൊക്കെ പോവുകയും ചെയ്തു, അവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷെ വേറെ ജീവന് ഹാനികളൊന്നും സംഭവിച്ചില്ല. അതാണ് ഇവിടെ പറയണത്.
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, ഭക്തജനങ്ങളെ ഭഗവാനെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ കണ്ട മാത്രയിൽ ഈ സർപ്പം കാളിയൻ ഭഗവാനെ ചുറ്റി വരിഞ്ഞു. അപ്പോൾ ഇവിടെ വർണ്ണിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. സന്താപശമനത്തിന്, ദുഃഖങ്ങളൊക്കെ തീരാൻ, സങ്കടങ്ങൾ തീരാൻ, ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഹരിയെ എല്ലാവർക്കും വേണം, ഹരിയെ ഭജിക്കണം, ഹരിയെ സേവിക്കണം. ഇവിടെ കേവലം ഹരി എന്നല്ല പറഞ്ഞത്, ഹരി ചന്ദനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിചന്ദനം എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്, ഒരു ചെടിയാണ്. ഈ ഹരിചന്ദനം അരച്ചിട്ട് ശരീരത്തിലൊക്കെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള പനികൾ, സന്താപങ്ങളൊക്കെ മാറി കിട്ടും അത്രേ. അപ്പോൾ അതിനു വേണ്ടിയിട്ടും കൂടി, അപ്പോൾ ഇവിടെ ഹരി എന്നുള്ള വാക്ക് ചന്ദനം കൂടി ചേർത്ത് പറഞ്ഞതുകൊണ്ട് ചന്ദനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഹരിക്കുണ്ട് എന്ന് സ്ഥാപിക്കുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ചന്ദനത്തിനേക്കാളും ഗുണമുണ്ട്, പക്ഷേ ചന്ദനം പോലെയാണ്, തണുപ്പിക്കുകയാണ് ചെയ്യുക. ചന്ദനം തൊട്ടാൽ, ചന്ദനം ശരീരത്തിൽ പൂശിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ചൂടാറ്റാനാണ് ഹരി വരണത്. ശരീരത്തിൻ്റെ ചൂടാറ്റാണ് ചന്ദനം ചെയ്യണത്. അപ്പോൾ ഹരിചന്ദനമായാലോ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള സന്താപങ്ങളും ഇല്ലാതെയായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭക്തന്മാർ ഭഗവാന്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ പാമ്പിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പാമ്പ് എന്താ ചെയ്തത്? കെട്ടിവരികയാണ് ചെയ്തത്. അതുകൊണ്ട് പാമ്പിൻ്റെ എല്ലാ സന്താപവും നീങ്ങി, തന്നെ ആക്രമിക്കാൻ വരുമോ ഗരുഡൻ എന്നുള്ള പേടിയും നീങ്ങി. അത്തരത്തിലുള്ള എല്ലാ സന്താപങ്ങളും നീങ്ങാൻ ഭഗവാനെ ശരണം പ്രാപിച്ചതായ, അങ്ങനെ ചെയ്തു എന്ന പോലെയാണ് തോന്നുക. പാമ്പ് അതല്ല വിചാരിച്ചതെങ്കിലും. ഇനി പാമ്പുകളുടെ സ്വതസിദ്ധമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. ചന്ദനമരങ്ങളിലാണത്രേ പാമ്പ് കെട്ടിവരിഞ്ഞ് കിടക്കാറുള്ളത്. അപ്പോൾ പാമ്പുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ് ചന്ദനം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഹരിയാകുന്ന ചന്ദനം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കാളിയൻ എങ്ങനെയാണ് കെട്ടിവരിയാതിരിക്കുക? അപ്പോൾ ആ ഒരർത്ഥത്തിലും ഇത് പറയാൻ പറ്റും. പാമ്പ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതായ, ഇഷ്ടപ്പെടുന്നതായ ആ മരത്തിനെ കണ്ടപ്പോൾ, ഹരിചന്ദന മരത്തിനെ കണ്ടപ്പോൾ ഓടിപ്പോയി അതിൽ ചുറ്റിയതാണോ എന്നും നമുക്ക് തോന്നാം എന്നർത്ഥം. അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന അത്ര അർത്ഥമുള്ളതായ ഒരു ശ്ലോകമാണിത്. ഭഗവാനെ കെട്ടിവരിഞ്ഞു എന്നേ പറയുന്നുള്ളൂ എങ്കിലും അതിൽ ഇങ്ങനെയൊക്കെ പല തരത്തിൽ വഴിതിരിഞ്ഞു പോകുന്ന അർത്ഥങ്ങൾ, പാമ്പിൻ്റെ സ്വഭാവം, ഭക്തജനങ്ങളുടെ സ്വഭാവം, ഹരിയുടെ സ്വഭാവം, ചന്ദനത്തിൻ്റെ സ്വഭാവം, ഹരിയും ചന്ദനവും കൂടി ചേർത്ത് പറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയാനുണ്ട്. അങ്ങനെ പാമ്പ് തൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഹരിയാകുന്ന ചന്ദനത്തിനെ കെട്ടിവരിഞ്ഞു, ചുറ്റിവരിഞ്ഞു. അതാണ് ഇവിടെ പറയണത്. ഇനി അത് കണ്ടുകൊണ്ടുവരുന്ന ഗോപന്മാരെന്താണ് അനുഭവിക്കണ വിഷമം എന്നുള്ളത് 92ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലി നോക്കാം. നിശമ്യതാം ഗോപജനാ പ്രവൃത്തിം വിഗർഹമാണാ വിധിചേഷ്ടിതാനി വിസ്രസ്തകേശാശിഥിലാന്തരീയാ പ്രദുദ്രുവുസ്തത്ര സയത്ര ശൗരി. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. നിശമ്യ താം ഗോപജനാ പ്രവൃത്തിം വിഗർഹമാണാ വിധിചേഷ്ടിതാനി വിസ്രസ്തകേശാ ശിഥിലാന്തരീയാ പ്രദുദ്രുവു തത്ര സ യത്ര ശൗരി. ഇവിടെ പറയാണ് ഗോപജനങ്ങൾ ഓടി വരികയാണ്. അതാണ് ഗോപജനാ, ഗോപന്മാരെല്ലാവരും തന്നെ. അവരെല്ലാവരും അമ്പാടിയിലാണല്ലോ. കുട്ടികൾ മാത്രമല്ലേ പുഴയുടെ തീരത്തേക്ക് വന്നിട്ടുള്ളൂ. അതിൽ ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് കാളിന്തിയുടെ തീരത്തേക്കും പോന്നു. ഈ വാർത്ത, പിന്നെ ഈ കഥ കേട്ടിട്ട് ബാലകന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ് അവരിൽ ചിലരൊക്കെ അമ്പാടിയിലേക്ക് പോയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ വാർത്തയറിഞ്ഞുകൊണ്ട് ഗോപജനാ പ്രവൃത്തിം നിശമ്യ, ശ്രീകൃഷ്ണൻ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള പ്രവൃത്തി, അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങി, കാളിന്തിയിലേക്ക് ഇറങ്ങി, അവിടെ കിടക്കുന്ന കാളിയൻ്റെ ഗർവ് ശമിപ്പിക്കാൻ. അവരങ്ങനെയൊന്നുമല്ല കേൾക്കണത്. കാളിയനുമായിട്ട് ഉണ്ണികൃഷ്ണൻ യുദ്ധം ചെയ്യുകയാണെന്നൊക്കെ ആവും കേൾക്കുന്നുണ്ടാവുമല്ലോ. കാളിയൻ ഉണ്ണികൃഷ്ണനെ കൊത്താൻ വരികയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അവർ കേൾക്കണത്. അത് കേട്ടുകൊണ്ട്, അതാണ് പ്രവൃത്തിം നിശമ്യ, ശ്രീകൃഷ്ണൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെ പറ്റി കേട്ടിട്ട് വിധിചേഷ്ടിതാനി വിഗർഹമാണ. വിധിചേഷ്ടിതാനി എന്ന് പറഞ്ഞാൽ വിധിയുടെ ചേഷ്ടകൾ, ഈശ്വരൻ്റെ പ്രവൃത്തികൾ. അതായത് അയ്യോ ഞങ്ങൾ എന്തൊക്കെ കാണേണ്ടി വരണമല്ലോ ഈശ്വര, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഉണ്ണിക്ക് വരുത്തി വച്ചിരിക്കുന്നത്, വലിയൊരു പാമ്പുമായിട്ട് യുദ്ധം ചെയ്യുകയാണോ ചെയ്യണത്, ഉണ്ണിക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുകയോ തുടങ്ങിയിട്ടുള്ള
ചിന്തകളോട് കൂടിയിട്ട് ഈശ്വരൻ എന്താണ് ഇങ്ങനെ ചില വിധികൾ നമുക്ക് തന്നേക്കണത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിധിചേഷ്ടിതാനീ വിഗർഹമാണ്, വിധിയുടെ ചേഷ്ടിതങ്ങളെ നിന്ദിച്ചുകൊണ്ട്, വിധിയെ മുഴുവനും നിന്ദിച്ചുകൊണ്ട് ഗോപന്മാരെന്താണ് ചെയ്തത്? അതാണ് നിന്ദന്ത, അതാണ് വിഗർഹമാണ് എന്നുള്ളതിന് നിന്ദിച്ചുകൊണ്ട്. വിസ്വസ്തകേശ ശിഥിലാന്തരീയ യത്ര സ ശൗരി തത്ര പ്രതുദ്രുവും. വിസ്രസ്ത കേശ, തലമുടിയൊന്നും ഒതുക്കി കെട്ടി വെച്ചിട്ടില്ല. അതായത് അവർ സാധാരണ ദിവസത്തിൽ എങ്ങനെയാണോ അതുപോലെ ഇങ്ങനെ ദിവസം ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ വാർത്ത കേട്ടത്. അതോടുകൂടി അവർ ശരീരത്തിൻ്റെ സംസ്കാരങ്ങളെ പറ്റിയിട്ടൊന്നും ആലോചിക്കാതെ കുളിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മുടി വേണ്ടതുപോലെ കെട്ടി വെക്കാത്തവരുണ്ടാവും, വസ്ത്രങ്ങൾ വേണ്ടതുപോലെ ഉടുക്കാത്തവരുണ്ടാവും. അതൊക്കെയാണ് ഇവിടെ പറയണത്. വിസ്രസ്ത കേശാഹ, തലമുടി അഴിച്ചിട്ട് കൊണ്ട് തന്നെ. ഗളിത കേശബന്ധ, കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞുപോയി, അതൊന്നും കെട്ടാൻ പിന്നെ മെനക്കെട്ടില്ല. അതുപോലെ തന്നെ ശിഥില അന്തരീയാഹ, അന്തരീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരീയം പോലെയുള്ളതായ വസ്ത്രങ്ങൾ, അതൊന്നും മേൽമുണ്ടൊന്നും ഇടാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സാധാരണ ഗൃഹത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, വേഷമുണ്ടായിരുന്നത്, അതേപോലെ തന്നെ ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ, ഉണ്ണികൃഷ്ണൻ്റെ ഈ വാർത്ത കേട്ടതോട് കൂടിയിട്ട് എണീറ്റ് ഓടിപ്പോയി. എങ്ങനെയാണ് ഓടിപ്പോയത്? അതാണ് പ്രതുദ്രുവു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും, ഗോപജനങ്ങളെല്ലാവരും തന്നെ ഓടിപ്പോയി. എവിടേക്കാണ് അവർ ഓടിയത്? യത്ര സ ശൗരി തത്ര പ്രതുദ്രുവു, എവിടെയാണോ ശൗരി ഉള്ളത്, എവിടെയാണോ ശ്രീകൃഷ്ണൻ ഉള്ളത്, അവിടേക്ക് ഓടിച്ചെന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ ഗോപന്മാർ വല്ലാതെ ദുഃഖിതരായിരുന്നു. അവരെന്തൊക്കെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല. പൂതന മുതൽ ഇങ്ങോട്ടുള്ള അസുരന്മാരുടെ ഒക്കെ ചരിതങ്ങൾ അവർ ഓർത്തിട്ടുണ്ടാവണം. തീർന്നിട്ടില്ലേ ശ്രീകൃഷ്ണൻ്റെ ദുരിതങ്ങൾ, അല്ലെങ്കിൽ അമ്പാടിയുടെ ദുരിതങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, വിധിയെ പഴിച്ചുകൊണ്ട്, അതായത് ഇത്ര വലിയൊരു സർപ്പത്തിൻ്റെ മുമ്പിൽ ഒരു ബാലകന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തൻ്റെ ബാലകൻ ഇപ്പോൾ ബാലകൻ്റെ കഥ, ജീവിതം അപായത്തിലാണ് എന്ന് വിചാരിച്ചിട്ടാണ്, ശ്രീകൃഷ്ണൻ്റെ കഥ തന്നെ എല്ലാം കഴിയാറായി എന്ന് വിചാരിച്ചിട്ടാണ് ഗോപന്മാരും നന്ദഗോപരും യശോദയൊക്കെ അവിടെ നിന്ന് ഓടി വരണത്. അതാണ് വിധിയുടെ ചേഷ്ടിതങ്ങളെ പഴിച്ചുകൊണ്ട് വസ്ത്രങ്ങളിലോ മുടിയിലോ വേഷത്തിലോ ഒന്നും ശ്രദ്ധിക്കാതെ കാളിന്തിയുടെ തീരത്തേക്ക് ഓടിപ്പോന്നു എന്ന് കവി പറഞ്ഞത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സന്താപശാന്ത്യൈ ഹൃദയേഷു ഭക്ത്യാ യസ്യവ്യതേ ഭാഗ്യവദാ ജനേന അവേഷ്ട്യതാംഗം ഹരിചന്ദനസ്യ തസ്യാതിഗാഢം ഭുജഗേന തേന നിശമ്യതാം ഗോപജനാഃ പ്രവൃത്തിം വിഗർഹമാണാ വിധിചേഷ്ടിതാനി വിസ്രസ്തകേശാ ശിഥിലാന്തരീയാ പ്രതുദ്രുവുസ്തത്ര സയത്ര ശൗരി. ആദ്യത്തെ ശ്ലോകത്തിൽ ചന്ദനം എന്നുള്ളതിന് രക്തചന്ദനം എന്ന് തന്നെയാണ് അർത്ഥം പറയണത്. വ്യാഖ്യാതാവ് പറയുന്നുണ്ട്, ഹരീൻ ചന്ദയത്യാഹ്ലാദയതി ഇതി അന്വർത്ഥസപ്ഞോ രക്തചന്ദന. ഇവിടെ ഹരീൻ എന്നുള്ള വാക്ക് ഏതൊരു അർത്ഥത്തിലാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. കാട്ടിലായതുകൊണ്ട് സിംഹങ്ങളെ സന്തോഷിപ്പിക്കുന്നതെന്നോ ആഹ്ലാദിപ്പിക്കുന്നതെന്നാണോ മറ്റേതെങ്കിലും അർത്ഥങ്ങളുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കിയിട്ട് വേണം പറയാൻ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.